മാഡം, പൊതുവിൽ പുരുഷന്മാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു വർത്തമാനമുണ്ട്. അതായത് കിട്ടുന്ന സ്ത്രീകൾക്ക് കാലിൽ ഒന്നില്ലെങ്കിൽ അധികം, ചിലർക്ക് അത് ഇഷ്ടമാണ്, കാലിൽ അധികം രോമം, അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടമല്ല. കാരണം അവർ പറയുന്നത് എന്ന് വെച്ചാൽ കാലിൽ അധികം രോമമുള്ള സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലൈംഗികമായ വികാരം കൂടുതലാണെന്നാണ് പൊതുവിൽ പുരുഷന്മാരുടെ ഇടയിലൊരു ധാരണ. അത് ധാരണ എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണയാണോ അത് ശരിക്കും ഉള്ളതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പൊതുവിൽ എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് പോരുന്നുണ്ട്. അതായത് കാലുകളിൽ രോമം ഉള്ള സ്ത്രീകൾക്ക് വികാരം കൂടുതലായിരിക്കും, അവർക്ക് ഒരു പുരുഷനായിട്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടോ? അത് മാഡം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ചില സ്ത്രീകളിൽ ഒരുപാട് രോമം ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് രോമം ഉണ്ടാവില്ല. അത് അവരുടെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ രോമം കൂടുതലുണ്ടാവുന്നത്. ചില സ്ത്രീകള് ഞാൻ കാണാറുണ്ട്, കാലിൽ നന്നായിട്ട് രോമമുണ്ട്, അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ രോമം കൂടുതലുള്ള സ്ത്രീകൾക്ക് ഭയങ്കര വികാരം കൂടുതലാണെന്നാണ് പറയുന്നത്. രോമം കൂടുതലുള്ള സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് വികാരം വരും. അത് പുരുഷന്മാരും അങ്ങനെ തന്നെ, രോമം കൂടുതലുള്ള പുരുഷന്മാർക്കും ഭയങ്കരമായിട്ട് വികാരം കൂടുതലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീകള് രോമം കൂടുതലുള്ള പുരുഷന്മാരെ കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷണം തോന്നാറുണ്ട്, അവരെ കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട്. ഈ രോമമുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പുരുഷന്മാർക്ക് അറിയാം, ഈ രോമം ഉള്ള സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് അവർക്ക് സെക്സിനോട് ഭയങ്കര താല്പര്യമാണ്. അവർക്ക് എത്ര ബന്ധപ്പെട്ടാലും പോരാന്നുള്ളൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും അങ്ങനെ തന്നെ രോമം ഭയങ്കരമായിട്ട് അവരുടെ ഈ എല്ലായിടത്തും രോമമുണ്ട്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും രോമമുണ്ട്. ആ രോമം കൂടുതലുള്ള പുരുഷന്മാർക്ക് ഭയങ്കരമായിട്ട് വികാരം, സെക്സിനോട് ഭയങ്കര താല്പര്യം, ഇൻട്രസ്റ്റ് കൂടുതൽ അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ട്. അതുപോലെ ചില സ്ത്രീകൾ ഈ രോമമുള്ള പുരുഷന്മാരെ കാണുമ്പോൾ അങ്ങോട്ട് വീഴാറുണ്ട്, അവരുടെ അടുത്തേക്ക് താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്.